ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ ഡേവിദർ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെ സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശ്രുതിയും ചന്ദ്രമതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതി പറയും, എന്താണ് നമ്മൾ മലേഷ്യക്ക് പോയേ പറ്റുമോ എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റി എന്താണ് പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ 3 മാസമെങ്കിലും കുറഞ്ഞ ടൈം എടുക്കും അവിടെ എത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി 3 മാസം ടൈം എടുക്കും. അതുകൊണ്ട് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അത് മാത്രമല്ല ആൻറ്റി, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പിടിച്ചിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ അച്ഛൻ അവിടെ കിടക്കാൻ സാധ്യതയുണ്ട് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയും, അയ്യോ അങ്ങനെയാണോ അമ്മ, നമുക്ക് പോകണ്ട, നമുക്ക് മലേഷ്യ പോകണ്ടമ്മേ, നമുക്ക് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, വെറുതെ പോയിട്ട് അതിൻ്റെ ജയിലിൽ കിടക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയാം, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് എന്തിനാ നമ്മളെ പിടിച്ചിരുന്നേ. കാരണം ഞാൻ ഇപ്പം അങ്ങനെ നമ്മളെ പിടിച്ചൊന്നും എഴുത്തില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഉടനെ ശ്രുതി പറയുക, ഇവരെന്ത് ചെയ്ത് കഴിഞ്ഞ് മാറത്തില്ലല്ലോ, എന്താണെങ്കിലും വേറെ മാർഗം കാണാം, ആൻറ്റിയുടെ കാശ് ഞാൻ തരാം, ആൻറ്റിക്ക് 3 ലക്ഷം രൂപ ഞാൻ തരാമെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല മോളെ, കാരണം ഞാൻ 3 ലക്ഷം രൂപ തന്നാൽ മതി, ബാക്കി 2 ലക്ഷം രൂപ നമ്മൾ കളഞ്ഞു പോയെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തോളാം, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കാശ് കിട്ടുമല്ലോ എന്നുള്ള രീതി പറയുകയാണ്. ആണോ, പിന്നെയും പണിയാണല്ലോ ആയെന്ന് ഓർത്ത് ശ്രുതി ഇരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എവിടെ നീ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ, അല്ല 3 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി, നീ എനിക്കൊരു 5 ലക്ഷം രൂപ തരണം എന്ന് പറയാം. ഞാനിവിടുന്ന് 5 ലക്ഷം തരാം എന്ന് പറയാം. അല്ല, നിൻ്റെ കാശുണ്ടല്ലോ ശ്രുതി, അങ്ങ് തരണമെന്ന് പറയുമ്പോഴത്തേക്ക് പറയും, ശ്രുതി എൻ്റെ ക്യാഷൊന്നും ഇല്ല, കാരണം നിങ്ങൾക്ക് പാർട്ടി നടത്തി എൻ്റെ പൈസ മുഴുവൻ ഞാൻ കൊടുത്തു, അല്ലാതെ എൻ്റെ പൈസ ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ, അയ്യോ പൈസ നിൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്നാണല്ലോ ശ്രുതി ഞാൻ ഓർത്തെ, അങ്ങനെ അതുകൊണ്ടാണല്ലോ ഞാൻ അമ്മയ്ക്ക് ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞു, ആൻറ്റിക്ക് ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ക്യാഷ് ഒന്നും, നീ പിന്നെ എവിടെ പോയിക്കോട്ടെ ക്യാഷ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. വേറെ മാർഗ്ഗമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ താലിമാല പണയം വെച്ചിടന്ന് പറഞ്ഞു. താലിമാല പണയം വെക്കാൻ നീ എന്ത് പറയുന്നതെന്ന് പറയാം, വേറെ എന്താ മാർഗ്ഗം, ഞാൻ ആൻറ്റിക്ക് ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞു പോയി, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചല്ല ശ്രുതിയെ പ്രതീക്ഷിച്ചാണ് ഇരുന്നത്, പക്ഷെ ഇപ്പോൾ ക്യാഷ് ഇല്ലാത്തത് 6 ഒറ്റയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, എന്താണ് ശരി, പൈസ ഈ താലിമാല പണയം വെച്ചിട്ട് എന്താണ് ഇന്നല്ല നാളെ ശ്രുതിക്ക് കാശ് കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് എടുത്തു തരുമല്ലോ ഒന്ന്, അപ്പം കുഴപ്പമില്ല, ആ സമയത്ത് നമുക്ക് താലിമാല തിരിച്ചെടുക്കാം എന്നുള്ള രീതി ശ്രുതി പറയുവാണ്. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ മീരയായിട്ടാണ്. മീരയോട് സംസാരിക്കണം. മീര പറയണ, ഈ മാല കാണുമ്പോഴത്തേക്ക് ഗോൾഡ് കവറിങ് ആണെന്ന് പറയത്തേ ഇല്ല, അത്ര രീതി നല്ല കാര്യമാണല്ലോ ശ്രുതി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയണം, എന്നാ ചെയ്യാനാ, എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, ഓരോ ദിവസം കൂടുമ്പോഴത്തേക്കും നമ്മൾ അവർക്കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന പണിയെല്ലാം തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുക. സച്ചിൻ രേവതി അവിടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചു, പക്ഷേ ആ 2 പേർക്കും കൂടുതൽ നല്ലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, അല്ലാതെ ഒന്നും തെറ്റായിട്ട് സംഭവിക്കുന്നുമില്ല, ഞാനവിടെ പെട്ടുപോകുകയോ ചെയ്യുമെന്ന് പറയാം. പിന്നെ ശ്രുതി പറയുവാണ്, മീര പറയുവാണ്, അതല്ലെങ്കിൽ അങ്ങനെയല്ലേ, അവരുടെ കൂടെയാണ് ദൈവം നിൽക്കുന്നത്, നീ ഈ ബൂമറാങ് കേട്ടിട്ടുണ്ടോ, പറഞ്ഞാൽ കൊടുത്ത പണി തിരിച്ച് കിട്ടുന്ന പറഞ്ഞാൽ ഇപ്പം എന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ നീ എടുത്ത്, പക്ഷേ 3 ലക്ഷം കൂടി ചേർന്ന് 5 ലക്ഷം രൂപ കൊടുക്കേണ്ടതായിട്ട് വന്ന് സച്ചിൻ രേവതിയും വീട്ടിൽ നിന്ന് അവരെ വീട്ടിൽ നിന്ന് ഇറക്കും നീ പറഞ്ഞു, പക്ഷേ 2 പേരും വീട്ടിൽ നിന്ന് ഇറക്കില്ല, 2 പേരും അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും, അവർ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നീ എന്നാ ചെയ്ത്, ആദ്യം 2 ലക്ഷം രൂപ എടുത്ത് ആൻ്റണിക്ക് കൊടുത്ത്, നവീൻ ദാസിനെ അടിച്ചിട്ടുള്ള കേസിന് ആൻ്റണിക്ക് കൊടുത്ത്, എന്നിട്ട് ആ വീഡിയോ എടുത്ത് ആൻ്റണിക്ക് കൊടുത്ത്, എന്നിട്ട് അപ്പോഴെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറക്കാം, അത് ശരത്തിനെ പിടിപ്പിച്ചിട്ട് ആ സച്ചിൻ രേവതിനെ വീട്ടിൽ നിന്ന് ഇറക്കാൻ നോക്കി, അതും നടന്നില്ല, ഒന്നും നടന്നില്ല. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പം എല്ലാം കൊണ്ടും നിനക്ക് തന്നെ പണിയായിട്ട് വന്നേക്കുന്നത്, ഇതെന്താ ഇപ്പം നല്ലവരായിട്ട് നിൽക്കുന്ന അവർക്ക് തന്നെ നല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ നിനക്കൊന്നും അല്ല, നീ ഇപ്പോൾ കള്ളത്തരം കാണിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ശ്രുതി പറയുവാണ്, ആവശ്യമില്ലാതെ പറയരുത്, അത് എന്താണ് അവരെ നമ്മൾ ഇറക്കിയേ പറ്റത്തുള്ളൂ, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഈ ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ 2 ലക്ഷം രൂപ എടുത്തിട്ട് 2 ലക്ഷം രൂപ ശരത്താണ് തന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ശരത്തിൻ്റെ കുടുംബക്കാരെ തന്നെന്ന് പറയുമ്പോൾ മിണ്ടായിരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ 2 ലക്ഷം രൂപ കാണാതെ വരുമ്പോഴത്തേക്ക് അവരെന്നെക്കാട്ടും പഠിച്ച് കളിയുക, അവരിപ്പം നേരെ കേസ് കൊടുക്കാൻ പോവുക, അവർ നേരെ കേസ് കൊടുത്തിട്ട് ആ കേസ് കൊടുക്കുമ്പോഴത്തേക്ക് പിടിക്കപ്പെടുന്നത് ഞാനാകുമല്ലോ, പിടിക്കപ്പെടുമ്പോൾ പിന്നെയും ഞാൻ പെട്ടുപോകുമല്ലോ എന്നുള്ള രീതിയിൽ പറയുക, എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഈ കാശ് എന്തെങ്കിലും കൊടുക്കും, ആ 2 ലക്ഷം രൂപ അവർ അന്വേഷിച്ച് പോലീസ് കേസ് കൊടുക്കരുത്, ആ പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല, ഒന്നീ സച്ചി കേസ് കൊടുക്കും, അല്ലെങ്കിൽ ആൻറ്റി കേസ് കൊടുക്കും, ഈ 2 പേരും കേസ് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഈ 2 ലക്ഷം രൂപ അതിന് മാർഗം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നീ മാർഗം കൊണ്ട് അത് മാമാൻ്റെ കൊണ്ട് കൊടുത്താൽ മതി, മാമാൻ്റെ കൊണ്ട് മാമാൻ്റെ അങ്ങനെ അത് എവിടെന്നേലും കാരണം ഷെർഫിന്ന് വല്ലതും കളഞ്ഞു കിട്ടിയതാണ്, അല്ലെങ്കിൽ മറിഞ്ഞു നിന്നാണ് എന്ന് പറഞ്ഞ് കേസ് സോൾവ് ആക്കുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞ് മീഡിയം പറയുന്നുണ്ട്. പിന്നെ അടുത്ത് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബാമയുടെ വീടിനാണ്. ബാമയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ
നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി വെള്ളം കൊണ്ടുവരും. ബാമ വെള്ളം കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്നാ പോലെ നീ സ്ട്രെസ്സായിട്ടിരിക്കുന്നത് എന്നാ പറയാൻ ആൻറ്റി, ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്, പല രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന് തന്നെ ഉണ്ടാക്കാൻ കാര്യം എന്നാ എനിക്ക് ഞാനോർത്ത് നീ ഇവിടെ വന്നത് എനിക്ക് ഹെഡ് മസാജ് ചെയ്തു തരാനാണ് ഓർത്തത്. ആൻറ്റി ഒന്നാമത്തെ കാര്യം എനിക്കിപ്പം ഹെഡ് മസാജ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്, അത്ര രീതിയിൽ സ്ട്രെസ് ഉണ്ടെന്ന് പറയുമ്പോൾ. എന്താ നമ്മൾ നിൻ്റെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിക്ക് അറിയില്ല, അവിടെ ചന്ദ്രോദയം നടക്കുന്ന വിഷയങ്ങൾ അറിയില്ല. ആൻറ്റിയുടെ ക്യാഷ് പോയി, അതുകൂടാതെ ആ ക്യാഷ് പോയത് രേവതി എടുത്തതെന്ന് പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തി. രേവതിയാണ് കരച്ചിലും പിഴിച്ചിലും മാത്രമേ ഉള്ളൂ, കൂടാതെ അവൾ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും സമാധാനം സന്തോഷമില്ലാത്തൊരു അവസ്ഥയാണ് അവിടെ നടക്കുന്നത്. അതിനിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റുമ്പോഴെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ, വേറൊന്നുമല്ല. ആ സാമ്പത്തികം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. അതിനിപ്പോൾ ഒരു മാർഗ്ഗം കണ്ടെത്തിയിട്ടുണ്ട്. എന്താ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ആൻറ്റി ഞാൻ 2 ലക്ഷം രൂപ തരാം, ആ 2 ലക്ഷം രൂപ അതൊരു ഷെൽഫിൻ്റെ വേറെ എവിടെയെങ്കിലും അല്ല തുണിക്കടയിൽ മറിഞ്ഞ് കടന്നതാന്ന് ആൻറ്റി വിളിച്ച് പറയണമെന്ന് പറയുന്നത്. ഞാൻ വിളിച്ച് പറയാനോ? ഓ അങ്ങനെയല്ലേ, ശരി ശരി ശരി. പക്ഷെ അത് നീ ചെയ്യേണ്ട കാര്യം എന്താ മോളെ, നീ ചെയ്യുമ്പോൾ ആൻറ്റി വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, ഇപ്പം പൈസ എടുത്ത് എന്നുള്ള രീതി പറഞ്ഞ് രേവതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ രേവതി ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് വിഷയം. ആൻറ്റി അങ്കിളും തമ്മിൽ വിഷയം, പിന്നെ സുധിയും അല്ല സച്ചിയും രേവതിയും തമ്മിൽ വിഷയം, ഇപ്പോൾ പിന്നെ ശരത്തിൻ്റെയൊക്കെ വിഷയം. ഇതെല്ലാം ഡെയിലി വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ എങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൻറ്റി, ഓരോ ദിവസം കൂടുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അത് ശരിയാണല്ലോ മോളെ, നീ പറഞ്ഞത് ശരി, നീ എത്ര നല്ലൊരു പെണ്ണാണ്, നീ അവർ ഒരു മരുമോൾ അവിടെ പ്രശ്നം അനുഭവിക്കരുതെന്ന് ഓർത്തിട്ട് നീ ഇപ്പം അവരെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ ഇത്ര വലിയ കഠിനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നിന്നെ സമ്മതിക്കണം. നീ എന്താണെങ്കിലും ശരി, നീ പറയുന്ന പോലെ ആയിക്കോട്ടെ, എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത് ആൻറ്റി? വേറെ ഒന്നും ചെയ്യേണ്ട, ഞാൻ എന്താണെന്ന് ക്യാഷ് അവിടെ വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞ് ചന്ദ്രാൻറ്റി വിളിച്ച് പറയണം, ഇന്നപോലെ ക്യാഷ് കിട്ടിയിട്ടുണ്ട്, വേറെ മറിഞ്ഞ് കിടക്കുമായിരുന്നു, അതുകൊണ്ട് വേറെ വിഷയമൊന്നും ഇല്ല എന്ന് പറയണം എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല മോളെ, നിന്നെപ്പോലെ ഒരു മരുമോളെ അവൾക്ക് ചന്ദ്രമതിക്ക് കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. കൂടാതെ ഞാൻ എൻ്റെ സെലക്ഷൻ തെറ്റിയില്ല എന്ന് പറയുകയാണ്. കൂടാതെ അടുത്ത ജന്മത്തിലെങ്കിലും നീ എൻ്റെ മരുമോളായിട്ട് വരണമെന്നുള്ള രീതിയിൽ പറയണം. ശരി ആൻറ്റി, എല്ലാം ഓക്കെ ആയിട്ട് തീരുമല്ലോ എന്ന് പറഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രോദയത്തിൽ നിന്നാണ് നേരെ വന്ന് ശ്രുതി വന്നിട്ട് ശ്രുതിക്ക് ക്യാഷ് കൊടുക്കണം. ശ്രുതി തൻ്റെ ഈ 3 ലക്ഷം രൂപ ഇന്ന് അവിടെ കൊടുക്കാൻ പറഞ്ഞു. 3 ലക്ഷം രൂപയോ? ഈ ഇത്രയും ക്യാഷ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ഞാൻ എൻ്റെ താലിമാല വിറ്റു എന്ന് പറയും. താലിമാല വിൽക്കണോ? നീ എന്ത് പരിപാടി കാണിച്ചത്? കാരണം താലിമാല വിറ്റിട്ട് ഇപ്പം ഇത് കിടക്കണം, ഇത് ഒരു ഗോൾഡ് കവറിങ് ആണ്, നീ എന്ത് കാണിച്ച് ശ്രുതി? കാരണം അവരുടെ പ്രശ്നങ്ങൾ അവർ നേരിട്ടുള്ള അവരുടെ പ്രശ്നത്തിന് നീയും ഇന്ന് നിൻ്റെ താലിമാല പണയം വെക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നീ വിൽക്കേണ്ട കാര്യം എന്തിനാണ്? ഇതിൻ്റെ എന്താ പ്രശ്നം എന്താ? നിനക്ക് എന്നാ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോടൊന്നും ചോദിക്കണ്ട, കാരണം ഈ വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം മാറണം. ഞാൻ എത്ര ദിവസം കൊണ്ട് കാണുന്നത്, ഞാൻ എല്ലാം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുമായിട്ടുള്ള അടിയും പ്രശ്നം കാര്യങ്ങളും കൊണ്ട് ഇത് ഓരോ ദിവസം കൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഈ വിഷയം ഇന്നെങ്ങനെ തീരണം? ഈ 3 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത് ശ്രുതി, നീ വേറെ പണിയൊന്നുമില്ല, നിനക്ക് ഈ പൈസ അല്ലെങ്കിൽ താലിമാല വിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നെന്ന് പറയുമ്പോഴത്തേ ശ്രുതി, ഇന്നില്ലെങ്കിൽ നാളെ ശ്രുതിക്ക് എനിക്ക് താലിമാല മേടിച്ച് തരാൻ പറ്റത്തില്ലെങ്കിൽ അത് മേടിച്ച് തരാൻ പറ്റും, പക്ഷെ എന്നാലും അങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ നീ ഏതൊക്കെയാണ് ശ്രുതി കാശ് കൊണ്ട് കൊടുക്കുന്നറിയാം. അപ്പം ശരി എന്ന് പറയാം. അപ്പം നടക്കാൻ പോകുമ്പോഴത്തേക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ ഒരു ആലോചന പറയാം, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പൈസ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇട്ടേക്കാം. ഉടനെ ശ്രുതി പറയാം, മര്യാദയ്ക്കുള്ള ക്യാഷ് കൊടുക്കുക, അവിടെ ഞാനൊന്നും പറയുന്നൊന്നുമില്ല, മര്യാദ ക്യാഷ് കൊടുക്കുക എന്ന് പറയാം. അപ്പം അവിടെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ സച്ചിൻ രേവതിയൊക്കെ വണ്ടി കഴിക്കൊണ്ടിരിക്കുന്നതാണ് സീൻ കാണിക്കുന്നത്. അപ്പം അതിൻ്റെ അത് പറയുമ്പോൾ അപ്പം രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ ഓട്ടത്തിന് പോയില്ല സച്ചിൻ ചോദിക്കുമ്പോഴത്തെ പറയാം, ഇല്ല ചെയ്യുന്ന പോയില്ലെന്ന് പറയാം. അപ്പം ചന്ദ്രമതി അടുത്തെന്ന് പറയാം, പോയിട്ടെന്നാ കാര്യം ഇരിക്കുന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്ന എൻ്റെ മോൻ തന്നെ, നമ്മുടെ ശ്രുതി തന്നെയാണ് എന്ന് പറയണം. ഉടനെ സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മോൻ്റെ കുറച്ച് ക്യാഷ് മേടിച്ചതാ എന്ന് പറയാം. അല്ല രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണല്ലേ അവർക്ക് കൊടുക്കാറുള്ള 5 ലക്ഷം നിൻ്റെ മോൻ്റെ അടുത്ത് മേടിച്ച് കൊടുക്കുന്നു പറയാം. ഉടനെ അത് മാത്രമല്ല സച്ചി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അച്ഛന് കൊടുക്കാനുള്ള അച്ഛൻ്റെ അടുത്ത് ആയിട്ടുള്ള 50,000 ഉണ്ട്, അതും കൂടെ മേടിച്ചതാ, അതാകുമ്പോഴത്തേക്ക് വിഷയമില്ലല്ലോ, 50,000 കൊടുത്താൽ. ഉടനെ സച്ചി ശ്രുതി കേട്ടോണ്ടിരിക്കുകയാണ്, അത് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. എവിടെ കൊടുക്കുന്നു, ആരാ കൊടുത്തത്, നീ എപ്പോഴാണ് കൊടുത്തതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കൊടുക്കുമെന്ന് പറയാം. അച്ഛാ തേണ്ട 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് ശ്രുതി കൊടുക്കുവാണ്. ഏത് 3 ലക്ഷം രൂപ? ഇവർക്ക് അമ്മ 5 ലക്ഷം കൊടുക്കാണ്ടല്ലോ, 5 ലക്ഷത്തിന് 3 ലക്ഷം രൂപ എന്ന് പറയും. ഉടനെ ചന്ദ്രമതി ഓടി വന്നിട്ട്, അയ്യോ ക്യാഷോ ഈ 3 ലക്ഷം എന്തോരം ക്യാഷാണ് ഇത് എന്നൊക്കെ പറയണം. മോനെ ആ 3 ലക്ഷം രൂപ കൊടുത്തേക്ക്, ആ 3 ലക്ഷം കൊടുത്തിട്ട് എൻ്റെ വിഷയങ്ങൾ അങ്ങോട്ട് തീരുമെന്നാണ്. അന്നെ
രവീന്ദ്രൻ പറഞ്ഞ അതങ്ങനെ ശരി 5 ലക്ഷത്തിൽ 3 ലക്ഷം അങ്ങനെ 3 ലക്ഷം ആകുന്നില്ല, ബാക്കി 2 ലക്ഷം രൂപ ഇതിപ്പോൾ ഇത് പിടിക്കുക, ബാക്കി നമുക്ക് പിന്നെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്രമതി പറയാണ്. അപ്പം ശരി, സുധി മോനെ കാശ് കൊടുക്കാൻ പറഞ്ഞു. സുധി കാശ് കൊടുക്കുമ്പോഴത്തേക്ക് സച്ചി മേടിക്കാതെ നിൽക്കുക. അന്ന് രവീന്ദ്രൻ പറയുക, മോനെ നീ മേടിച്ചോ, നിനക്ക് അർഹതപ്പെട്ട ക്യാഷ്, നീ ചിലവാക്കിയ ക്യാഷ് നീ മേടിച്ചോന്ന് പറയാം. അങ്ങനെ 3 ലക്ഷം രൂപ മേടിക്കും. 3 ലക്ഷം മേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, ഇത് 3 ലക്ഷം രൂപ കിട്ടി, കാശ് പോകും വരും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് കഴിഞ്ഞ ദിവസം മുതൽ ക്യാഷ് കാണാതെ അവിടെ 2 ലക്ഷം രൂപ കാണാതെ പോയെന്ന് പറഞ്ഞ് അന്ന് മുതൽ രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് വേറെ സിനുണ്ട്. ഈ ക്യാഷ് 3 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു കോൾ വരുന്നുണ്ട്. അതായത് ബാമയുടെ കോൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക, എന്ത് ക്യാഷ് കിട്ടിയെന്നോ? ആഹാ, എവിടെ ഇരുന്നോ? അത് ഷെൽഫിൻ്റെ ഇടയ്ക്ക് തന്നെ ഇരുന്നോ? അങ്ങനെയല്ലേ, ശരി, നിനക്ക് ഇതൊക്കെ നേരത്തെ പറഞ്ഞു, നിനക്ക് നേരത്തെ തന്നെ അന്വേഷിക്കേണ്ടേ ബാമേ, ഇതിപ്പോൾ ഭയങ്കര വിഷയങ്ങളായല്ലോ എന്ന് പറഞ്ഞ് എന്നിട്ട് കോൾ കട്ടാകുമ്പോഴത്തേക്ക് രവീന്ദ്രക്ക് എന്താ വിഷയം? അവിടെ 2 ലക്ഷം രൂപ കിട്ടി, കുഴപ്പമൊന്നുമില്ല, രവിയേട്ടാ ഇവനോട് പോയി അവിടെ ക്യാഷ് മേടിച്ചോളാം പറ. അപ്പം പൈസ പോയിട്ടില്ലേ? ഉടനെ വർഷം ചോദിക്കേണ്ട, അതായത് രേവതി ചേച്ചി എടുത്ത ക്യാഷ് അവിടെ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം രേവതി ചേച്ചി മോഷ്ടിച്ചെന്ന് പറഞ്ഞ ക്യാഷ് അല്ലേ ഇത്? മോഷ്ടിച്ചെന്ന് പറഞ്ഞ ക്യാഷാണ് തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞ്, അത് കൊള്ളാലോ. ഇപ്പം ചേച്ചി മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പം മോഷണം നടന്നത് അല്ല, അത് മറഞ്ഞിരുന്ന ക്യാഷ് ആണെന്നല്ലേ? അപ്പം ശരിക്കും ചേച്ചി കുറ്റപ്പെടുത്തുക അല്ലെന്ന് ചോദിച്ചു. പിന്നെ ഇവിടെ നമ്മുടെ ശ്രീകാന്ത് ജിക്ക്. അപ്പോൾ അമ്മ ഒരു കാര്യം അമ്മ ഇതിൻ്റെ അകത്ത് അമ്മ പറഞ്ഞ് തെറ്റല്ല എന്ന് ചോദിക്കുന്നുണ്ട്. തെറ്റോ? ഞാനതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, വലിയ കുറ്റവാളിയാക്കണ്ടല്ലോ എന്നുള്ള രീതി പറയണേ. ഉടനെ രവീന്ദ്രൻ സച്ചി പറയുന്നുണ്ട്, അമ്മ ക്യാഷ് തിരിച്ചു കിട്ടുക കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രേവതിയാണ് ക്യാഷ് എടുത്ത് മോഷ്ടാവ് എന്ന് കള്ളത്തരം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തി. ആ മാനസിക സംഘർഷത്തിന് നിങ്ങൾ പരിഹാരം കണ്ടെത്തി വരുത്തുള്ളൂ. ഞാനിന്ന് പരിഹാരം കാണുന്ന പറയുമ്പോൾ ഉടനെ ശ്രീകാന്ത് പറഞ്ഞ അമ്മ തന്നെയാണ് ഇതിന് പരിഹാരം കാണുന്നത്. അമ്മ ആദ്യം ചേട്ടത്തിയാണ് എടുത്തതെന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ കുടുംബത്തെയും ചേച്ചിനെ എല്ലാവരെയും അമ്മ കുറ്റപ്പെടുത്തി. ഇതിന് പരിഹാരം കണ്ടേ പറ്റൂ എന്ന് പറയാം. ഞാൻ എന്നെ അമ്മ ഇതിൻ്റെ അത് കുറ്റവാളി, ഞാൻ എന്നെ കുറ്റവാളി, അപ്പം ഞാൻ എൻ്റെ മാനസിക സംഘർഷം ആരും കാണുന്നില്ല, നിൻ്റെ മാനസിക സംഘർഷം എന്താണെന്ന് എങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാനാരും കൊലയൊന്നും ചെയ്തില്ലെന്ന് പറയാം. ഉടനെ സച്ചി പറയണ, കൊല ചെയ്തിട്ടുണ്ട്, അതൊരാളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് ഇതിന് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ പറയും, ശ്രുതിമോളെ ഞാൻ പറയുന്നതിൽ തെറ്റായിട്ടൊന്നും ധരിക്കരുത്, ഞാനൊരു കാര്യം പറയാൻ പോകുന്നുണ്ട്. ശരിയാച്ചെന്ന് പറയുമ്പോൾ ശരിയാങ്കളെന്ന് പറയുമ്പോൾ എന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയോടും ചോദിക്കുന്നുണ്ട്, ചന്ദ്രമതി ഈ കാശ് എടുക്കപ്പെട്ട എന്നുള്ള ദിവസം നമ്മുടെ രേവതി മോൾ അവിടെ വന്നു എന്ന് പറഞ്ഞിട്ടാണ് നീ വിഷയം ഉണ്ടാക്കിയത്, രേവതി ക്യാഷ് എടുത്തെന്ന് പറഞ്ഞ്. അതേ ദിവസം തന്നെ അവിടെ പല പ്രാവശ്യമായിട്ട് ഫുഡ് തരാൻ വന്നതായിട്ടുള്ള ഒരാളാണ് ഈ ശ്രുതി. എന്തുകൊണ്ട് നീ അവളുടെ മേലെ ഈ പഴിചാരിയില്ല? എന്തുകൊണ്ട് അവൾ ക്യാഷ് എടുത്തെന്ന് നീ പറഞ്ഞില്ല? അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും അത് അതിശയിച്ച് നോക്കുക. അവൾ മാത്രം എല്ലാവരും അതിശയിച്ച് നോക്കുന്ന രീതിയിലാണ്. അതായത് ശ്രുതി പെട്ടെന്ന് അയ്യോ എൻ്റെ കള്ളത്തരം പൊളിയല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്തിച്ച് നോക്കുന്നൊരു സീനാണ് അവിടെ കാണുന്നത്. അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കാണാൻ വേണ്ടി ഒരിക്കലും പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. നാളത്തെ വിശേഷമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.